പ്രിയരെ, നമ്മളെല്ലാം വലയ്ക്കുന്നൊരു പ്രശ്നമാണ് തെരുവ് നായ പ്രശ്നം. തെരുവ് നായ പ്രശ്നത്തെക്കുറിച്ച് എൻ്റെ മനസ്സിലൂടെ പോകുന്ന ചില കാര്യങ്ങൾ നിങ്ങളുമായി സംവദിക്കാനായിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. തെരുവ് നായ കടിച്ച് കുറച്ചധികം ആൾക്കാർക്ക് പേവിഷബാധ ഉണ്ടാവുകയും ജീവൻ നഷ്ടപ്പെടുകയും ചെയ്യുന്നു. റോഡ് അപകടങ്ങൾ ഉണ്ടാകുന്നു. കുട്ടികളെ തെരുവ് നായ അറ്റാക്ക് ചെയ്യുന്നു. ഇതെല്ലാം സമൂഹത്തിൽ വലിയ പ്രതികരണങ്ങളും ഉണ്ടാക്കുന്നു. നമ്മളുടെ ഗവൺമെൻറ്, ലോക്കൽ സെൽഫ് ഗവൺമെൻറ്, പഞ്ചായത്തുകളൊക്കെ നിഷ്ക്രിയമാണ് എന്ന പ്രതികരണങ്ങളുണ്ടാകുന്നു. പക്ഷേ അവരൊക്കെ പറയുന്നത് തെരുവ് നായ്ക്കളെ കൊല്ലാനുള്ള നിയമമില്ല, നശിപ്പിക്കാനുള്ള നിയമമില്ല എന്ന് പറയുന്നു. മനുഷ്യൻ ഒരു വശത്തൂടെ ദുരിതം അനുഭവിക്കുന്നു. ഗവൺമെൻറ്റുകൾ അവരുടെ നിലപാടുകൾ അറിയിക്കുന്നു. അവരുടെ ഒന്നും പ്രതികരിക്കാനാവാത്ത ഒരവസ്ഥയെക്കുറിച്ച് അവർ പറയുന്നു. ഈ അവസ്ഥയിലാണ് ഓഗസ്റ്റ് 11-ാം തീയതി സുപ്രീം കോടതിയുടെ ഒരു പരമപ്രധാനമായ വിധി വരുന്നത്. ഒരു 2 അംഗ ബെഞ്ചാണ് ഒരു വിധി പ്രഖ്യാപിക്കുന്നത്. ഡൽഹിയിലും നാഷണൽ ക്യാപിറ്റൽ റീജിയൻ, ഡൽഹിക്ക് പരിസരത്തുമുള്ള എല്ലാ തെരുവ് നായ്ക്കളെയും പിടിക്കുക, അവരെ സ്റ്റെറിലൈസ് ചെയ്യുക, വാക്സിനേറ്റ് ചെയ്യുക, അവരെ ഒരു പ്രത്യേക സ്ഥലത്താക്കുക, പൗണ്ടുകൾ ഉണ്ടാക്കി അവരെ അതിനകത്താക്കുക. അവരെ പുറത്തു വിടാൻ പറ്റില്ല, തിരിച്ചവർ തെരുവിൽ വരില്ല എന്ന കാര്യവും ഉറപ്പുവരുത്തുക. ഈ വിധി മൃഗസ്നേഹികൾക്കിടയിൽ വലിയൊരു പ്രതികരണമാണ് ഉണ്ടാക്കിയത്. അവർ പറഞ്ഞു, ഇത് ഒട്ടും ഹ്യൂമെയിൻ, മനുഷ്യത്വമുള്ള ഒരു നടപടിയല്ല. മാത്രമല്ല, ഡൽഹിയുടെ ലിമിറ്റഡ് ഇൻഫ്രാസ്ട്രക്ചറിൽ, വളരെ കുറഞ്ഞുള്ള ഇൻഫ്രാസ്ട്രക്ചർ മാത്രമാണുള്ളത്, അവിടെ ഇങ്ങനൊരു സംഭവം പോസിബിൾ അല്ല, പറ്റില്ല എന്നും അവർ പറഞ്ഞു. അങ്ങനെ ഓഗസ്റ്റ് മാസം 22-ാം തീയതി 11 ദിവസത്തിന് ശേഷം സുപ്രീം കോടതി ആ വിധി ഒന്ന് മാറ്റം വരുത്തി. നായ്ക്കളെ പിടികൂടുക, വന്ധ്യംകരിക്കുക, സ്റ്റെറിലൈസ് ചെയ്യുക, അവരെ കുത്തിവയ്പ്പ് നടത്തുക, പ്രതിരോധ കുത്തിവയ്പ്പുകൾ നടത്തുക, എന്നിട്ട് അവരെ എവിടെ നിന്നാണോ പിടിച്ചത് അവിടെ തിരികെ കൊണ്ടുവിടുക. പേവിഷബാധയുള്ളതോ അല്ലെങ്കിൽ ആക്രമണ സ്വഭാവമുള്ളവരെ മാത്രം പൗണ്ടിൽ അടച്ചാൽ മതി എന്നൊരു വിധി സുപ്രീം കോടതി ഒന്നുകൂടെ പറഞ്ഞു. ഈ വിധി എന്ന് പറയുന്നത് ആനിമൽ ബർത്ത് കൺട്രോൾ റൂൾസ് 2023 ആനിമൽ ബർത്ത് കൺട്രോൾ നിയമത്തിനുമായി ഒത്തുചേർന്ന് പോകുന്നൊരു വിധി തന്നെയാണ് എന്നും സുപ്രീം കോടതി പറഞ്ഞു വെച്ചു. ഇനി ആണ് ഞാൻ ചില കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നത്. തെരുവ് നായ എന്നൊരു നായ ഉണ്ടോ? തെരുവ് നായയാണോ, തെരുവിലാക്കപ്പെട്ട നായയാണോ നമ്മുടെ പ്രശ്നം? നായകൾ നമ്മളോടൊപ്പം കൂടിയിട്ട് ഏതാണ്ട് 12,000-ൽ പരം വർഷങ്ങളായി. മനുഷ്യനോടൊപ്പം ജീവിക്കാൻ തീരുമാനമെടുത്ത ആദ്യ മൃഗങ്ങളിൽ ഒന്നാണ് നായ. ഇതിനെക്കുറിച്ച് പല കഥകൾ അല്ലെങ്കിൽ ചരിത്രങ്ങളുണ്ട്. എങ്ങനെയാണ് നായ നമ്മളോടൊപ്പം കൂടിയത്? നമ്മൾ മാംസമൊക്കെ ചുട്ടാണ് തിന്നുകൊണ്ടിരുന്നത്. നമ്മൾ തിന്നിട്ടുള്ള ഈ മാംസക്കാലുകളുമൊക്കെ ദൂരെ എറിയും. കാട്ടിലുണ്ടായിരുന്ന നായ്ക്കൾ അത് വന്ന്, ഭയന്നിട്ടാണെങ്കിൽ അത് വന്ന് കഴിക്കാൻ നോക്കും. അങ്ങനെ നിരന്തരം അവർ വന്ന് പതുക്കെ നമ്മളോടുള്ള ഭയം അവർക്കില്ലാതാവുകയും അവർ നമ്മളുമായി ചങ്ങാത്തം കൂടുകയും ചെയ്തു. നമ്മളും അവരുടെ ചില പ്രത്യേക സ്വഭാവ വൈശിഷ്ട്യങ്ങൾ നമുക്കും ഗുണമുണ്ടെന്ന് മനസ്സിലാക്കിയപ്പോൾ, ഉദാഹരണത്തിന് നമ്മളെക്കാൾ എത്രയോ ഇരട്ടി ഘ്രാണശക്തിയാണ് അവർക്കുള്ളത്. അപ്പോൾ നമ്മൾ ഇരപിടിക്കാനും ഒക്കെ മനുഷ്യൻ ഇരപിടിക്കാനും കാട്ടിലുമൊക്കെ പോകുന്ന സമയത്ത് വല്ല പുലിയോ കടുവയോ ആനയോ ഒക്കെ ഉണ്ടെങ്കിൽ വളരെ ദൂരെ നിന്ന് തന്നെ നായ്ക്കൾക്കറിയാം, അവർക്ക് ഘ്രാണശക്തിയുണ്ട്, അവർക്കറിയാൻ പറ്റും. അപ്പോൾ അവരുടെ സാന്നിധ്യം കൊണ്ട് നമുക്ക് ചില നേട്ടങ്ങളുണ്ടായെന്ന് മനസ്സിലായപ്പോഴാണ് മനുഷ്യൻ അവരെ നമ്മളോടൊപ്പം കൂട്ടാൻ തുടങ്ങിയത്. ഇപ്പോൾ ആലോചിച്ച് നോക്കുക, മനുഷ്യൻ ഉള്ളിടത്ത് മാത്രമേ നായ്ക്കളുള്ളൂ. മനുഷ്യനുമായി ചേർന്ന് പോകാതെ അവർക്കൊരു ജീവിതമില്ല. ആ സമയത്താണ് നമ്മൾ നായ്ക്കളെ തെരുവിലാക്കിയത്. നായ്ക്കളുടെ പ്രശ്നം എന്താണ്? ഞാൻ എപ്പോഴും കരുതിയിട്ടുള്ള നായ്ക്കളുടെ പ്രധാന പ്രശ്നം 2 ആണ്. ഒന്ന്, ടെറിറ്ററി, ഇത് എൻ്റെ ടെറിറ്ററിയാണ് എന്നൊരു ബോധം. 2, ലോയൽറ്റി, യജമാനോടുള്ള വിശ്വാസം. ഈ 2 കാര്യങ്ങളാണ്. ഇതെൻ്റെ പരിസരമാണ്, ഇതെൻ്റെ യജമാനനാണ്. നമ്മുടെ വീട്ടിലൊരു നായയെ സങ്കല്പിക്കുക. അവൻ കരുതുന്നത് ഈ വീട് അവനുള്ളതാണ്, ഈ വീട് സംരക്ഷിക്കേണ്ട, ഈ പ്രദേശം, ആ ചുറ്റുപാട് സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം അവനുള്ളതാണ്. അവൻ്റെ കൂറ് അവൻ്റെ യജമാനോട് മാത്രമാണ്. ഇത് 2മാണ് നായ്ക്കളുടെ പ്രശ്നം. നമ്മൾ അങ്ങനെയുള്ള ടെറിട്ടറി ബോധ്യമുള്ള, ലോയൽറ്റി, വിശ്വാസ്യത ഉള്ള ഈ ഒരു ജീവിയാണ് നമ്മൾ പടിയടച്ച് പുറത്താക്കുന്നത്. അവരെന്ത് ചെയ്യും? അവർ ലോയൽറ്റിയുമില്ല, അവർക്ക് ലോയൽറ്റി കാണിക്കാൻ യജമാനനുമില്ല, അവർക്ക് ടെറിട്ടറിയുമില്ല. അവരിങ്ങനെ
അവരുടേതായ ചില ലോകം സൃഷ്ടിച്ച് ജീവിക്കുന്നു. അവരങ്ങനെ ജീവിക്കാൻ വിധിക്കപ്പെട്ട ജീവികളല്ല. കഴിഞ്ഞ 12,000 കൊല്ലമായി അവരങ്ങനെയല്ല ജീവിച്ചത്. പണ്ടൊക്കെ ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലത്ത് തന്നെ വീട്ടിലൊക്കെ നായ്ക്കളുണ്ട്. അതൊന്നും നമ്മൾ വളർത്തിയ നായ്ക്കളല്ലെങ്കിലും അവർ നമ്മളുടെ നായ്ക്കളാണ് നമ്മൾ അംഗീകരിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ എല്ലാ വീടുകൾക്കും മതിലുകളായി. അപ്പോൾ നായ്ക്കളെല്ലാം പുറത്താക്കപ്പെട്ടു. ഇനി എന്തായിരിക്കും സംഭവിക്കുന്നത്? ഇവരുടെ സ്വഭാവത്തിലൊരു പരിണാമം ഉണ്ടാകും. അവരിപ്പോൾ ടെറിട്ടറി ബോധ്യമുള്ളവരാണെങ്കിൽ അവരുടെ ടെറിട്ടറി ബോധ്യം ഇല്ലാതെയാകും. അവർക്ക് യജമാനനോട് ലോയൽറ്റി ഇല്ല എങ്കിൽ ഇപ്പോൾ അവർക്ക് യജമാനനേ ഇല്ല. അതുകൊണ്ട് തന്നെ അവർക്ക് ആരോടും ലോയൽറ്റി ഇല്ലാതെയാകും. അവർ ഇങ്ങനെ മുൻപോട്ട് പോവുകയാണെങ്കിൽ മനുഷ്യൻ്റെ ആജന്മ ശത്രു തന്നെ ആയേക്കാം. മനുഷ്യനെ കണ്ടാൽ ആക്രമിക്കുകയും വേട്ടയാടപ്പെടുകയും ചെയ്യുന്ന ഒരു സ്വഭാവം അവരിൽ ഉണ്ടായി വന്നേക്കാം. അവർ വാഹനമിടിക്കുന്നു, അവരെ കാണുമ്പോൾ നമ്മൾ കല്ലെറിയുന്നു, നമ്മുടേതല്ല എന്ന് നമ്മൾ ചിന്തിക്കുന്നു, ആഹാരം കിട്ടാതെ വരുന്നു. ഇതൊക്കെ പക്ഷേ അവർക്ക് ഇര തേടി പിടിക്കാനൊന്നും അവർക്ക് അറിയില്ല. കാരണം അതാണ് അവരുടെ സ്വഭാവത്തിൻ്റെ ഭാഗമായി ജന്മങ്ങൾ കൊണ്ട് വന്നിരിക്കുന്നത്, പരിണാമം സൃഷ്ടിച്ചിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർ മനുഷ്യനെ ശത്രു എന്ന് കരുതാൻ തുടങ്ങും. ആക്രമണം കൂടാനാണ് സാധ്യത. ഇതാണ് പ്രശ്നം. ഇനി സൊല്യൂഷനും കൂടെ. ഇത്രയും അർബനൈസ്ഡായ കേരളം എന്നാൽ ഒരു അടിച്ചു പരത്തിയ ബോംബെയാണ് എന്ന് കഥാകാരന്മാർ എഴുതിയിട്ടുണ്ടല്ലോ. ഇത്രയും പരിഷ്കൃതമായ, ഇത്രയും അർബനൈസ്ഡ് ആയിട്ടുള്ള കേരളം പോലെ ഒരു സമൂഹത്തിൽ നായയെ വളർത്തണമെങ്കിൽ ലൈസൻസ് വേണം എന്ന നിയമം വരേണ്ട കാലം അധികരിച്ചു കഴിഞ്ഞു. നിങ്ങൾ നായയെ വളർത്തണമെങ്കിൽ ഒന്ന്, നായയെ വളർത്താനുള്ള സാഹചര്യം നിങ്ങൾക്കുണ്ടാവണം. 2, നിങ്ങൾക്ക് ലൈസൻസ് വേണം. ലൈസൻസ് ഇല്ലാതെ ഒരു നായയും വളർത്താൻ ആർക്കും കഴിയില്ല. നായയെ വളർത്തുകയാണെങ്കിൽ നായയുടെ കാര്യങ്ങൾ വ്യക്തമായി പരിചരിക്കാനുള്ള ത്രാണിയും വളർത്തുന്നവനുണ്ടാവണം. ഇങ്ങനെ ശക്തമായ നിയമം ഇത് ആദ്യമായി വരേണ്ടത് കേരളത്തിലാണ്. കാരണം ഈ പ്രശ്നം ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത് കേരളത്തിനുള്ളിൽ നിന്നാണ്. കാരണം കേരളം വളരെ അർബനൈസ്ഡായ ഒരു അടിച്ചു പരത്തിയ ഒരു ബോംബെയാണ്. ഇവിടെ നഗരങ്ങളേ ഉള്ളൂ, ഗ്രാമങ്ങളില്ല. അപ്പോൾ ഈ പ്രശ്നം ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത് കേരളത്തിലായിരിക്കും. അതുകൊണ്ട് അധികാരികൾക്ക് ശ്രദ്ധയുണ്ടാവട്ടെ, ശക്തമായ നിയമങ്ങളുണ്ടാവട്ടെ. നമ്മൾ വളർത്തുന്ന നായ്ക്കളെ തെരുവിൽ പറഞ്ഞയക്കുന്ന സാഹചര്യം ഉണ്ടാകാതിരിക്കട്ടെ. യഥാർത്ഥത്തിൽ ഇപ്പോൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചു കാലം വളർത്തും. എത്രയോ പേരെ എനിക്കറിയാം. അവർ തുടക്കത്തിൽ കൊച്ചിലെ ഓമനിച്ച് വളർത്തും. ഒരു സമയമാകുമ്പോൾ അവർക്ക് പല കാരണം കൊണ്ട് വളർത്താൻ കഴിയുന്നില്ല. അവരുടനെ തെരുവിലേക്ക് ഇറക്കി വിടും. അത് തെരുവ് നായയായി മാറുന്നു. അപ്പോൾ തെരുവ് നായകളില്ല, തെരുവിലാക്കപ്പെട്ട നായകളാണുള്ളത്. തെരുവിലാക്കപ്പെട്ട നായകൾ ഉണ്ടാകാതിരിക്കട്ടെ. മറ്റൊരു വീഡിയോയുമായി ഞാൻ നിങ്ങൾക്ക് വീണ്ടും വരാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക. ഒരുപക്ഷേ ഈ ഞാൻ സംസാരിക്കുന്ന ടോപ്പിക്കുകളെക്കുറിച്ച് കൂടുതൽ അറിവും ഒക്കെ ഉള്ളവരുണ്ടാകും. അവരുടെ ഉൾപ്പെടെയുള്ള കമൻറ്റുകൾ ഞാൻ പ്രതീക്ഷിക്കുന്നു. ഏവർക്കും നല്ലത് വരട്ടെ. ഓണാശംസകൾ.